ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചന പാഠപഠനത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ക്വാർട്ടറിൽ പഠിക്കുവാനുള്ളത് സങ്കീർത്തനങ്ങൾ എന്ന പുസ്തകത്തെ അധികരിച്ചാണ്. ഇന്ന് നമ്മൾക്ക് കഴിഞ്ഞ 3 ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ സങ്കീർത്തനങ്ങൾ എങ്ങനെ വായിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ധ്യാനിക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പാഠം 4 ദൈവം കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. എൻ്റെ മനപ്പാഠവാക്യം: നീതിമാന്മാർ വിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സങ്കീർത്തനം 34:17. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാൻ നല്ല ഒരു ആരാധന കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന മഹാകൃപയെ ഓർത്ത അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനങ്ങൾ പഠിക്കുവാനും കർത്താവെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മ നിറവുകൊണ്ട് നിറയ്ക്കണം. വചനങ്ങൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ കർത്താവെ അത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും അതിനനുസരണമായി ജീവിക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമേ. അതിയോടൊന്നും തിരുമേനിയുടെ തിരുകൃപ ഞങ്ങളുടെ മധ്യത്തിലുണ്ടാകണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ശരിക്കും മനപ്പാഠവാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സങ്കീർത്തനം 34:17. ഈ മനപ്പാഠവാക്യത്തിൻ്റെ പശ്ചാത്തലം 1 ശമൂവേൽ 21 10 മുതൽ 15 വരെയുള്ള ഭാഗത്തെ അധികരിച്ചിട്ടുള്ളതാണ്. ശൗൽ രാജാവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദാവീദ് രാജാവ് ഗത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തപ്പെട്ടു. ഫെലിസ്ത്യ രാജാവാണ് ഈ ഗത്ത് രാജാവ്. ഫെലിസ്ത്യ രാജാവിൻ്റെ അരമനയിൽ നിന്നും അത്ഭുതകരമായ വിടുതലിനെ പറ്റി ഓർത്തുകൊണ്ട് എഴുതിയ സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. വലിയ കഷ്ടതയിൽ നിന്നും ദാവീദിന് ലഭിച്ച അത്ഭുത വിടുതലാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. അപ്പം നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. അപ്പം നീതിമാനായ ദാവീദ് വിളിച്ചപേക്ഷിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. ആ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ദാവീദിനെ വിടുവിച്ചു. അതിനുശേഷം അത് ഓർത്ത് ദാവീദ് ചമച്ചതാണ് ഈ 34 സങ്കീർത്തനം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് നിലനിർത്തുന്ന ദൈവം തൻ്റെ ജനങ്ങളുമായി ബന്ധം തുടരുകയും ചെയ്യുന്നു. ഈ സത്യം സങ്കീർത്തനങ്ങൾ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം സൃഷ്ടിതാവായ ദൈവം മനുഷ്യനെ ഉൾപ്പെടെ ഈ ഭൂമിയെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, ആ ബന്ധം തുടങ്ങി അതങ്ങ് തുടരുകയും ചെയ്യുന്നു എന്നുള്ള ഏറ്റവും വലിയ സത്യം നമ്മളെ വീണ്ടും വീണ്ടും സങ്കീർത്തനങ്ങളിൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനം 73:23-25. അപ്പം സങ്കീർത്തനം 145:18 യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏവർക്കും സമീപസ്ഥനാകുന്നു. അപ്പം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഈ ദൈവത്തെ അല്ലാതെ വേറൊന്നും ഈ ഭൂമിയിലോ സ്വർഗത്തിലോ ആഗ്രഹിക്കാനില്ല എന്നാണ് ഭക്തകവി പറയുന്നത്. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അസ്ഥികൾ അങ്ങേക്ക് മറവായിരുന്നില്ല. സങ്കീർത്തനം 139 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളാണ്. ഇന്നത്തെ ഈ പാഠപഠനത്തിൽ നമ്മൾ ഒരു ധാരാളം സങ്കീർത്തനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതിൽ ആദ്യമായി 34 സങ്കീർത്തനത്തിൻ്റെ മനപ്പാഠവാക്യം കേട്ടു. ഇനിയും നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിൽ പഠിക്കാനുള്ള 139 സങ്കീർത്തനം 1 മുതൽ 18 വരെയുള്ള ഭാഗത്ത് ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെയും സർവ്വശക്തിയെയും സർവ്വവ്യാപകത്തെയുമാണ് ഈ സങ്കീർത്തനം കൂടുതൽ വെളിപ്പെടുത്തുന്നത്. യഹൂദ ഉപദേഷ്ടാവായ ആബൻ എസ്ര എന്ന യഹൂദ പണ്ഡിതൻ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്നത് ഇത് മറ്റു സങ്കീർത്തനങ്ങളുടെ കിരീടമെന്നാണ്. 139 സങ്കീർത്തനം ബാക്കി എല്ലാ സങ്കീർത്തനങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്താൽ അതിൻ്റെ കിരീടം ആകുന്നു എന്നും. ഈ സങ്കീർത്തനം ഒരു ഇന്ദ്രനീല കല്ല് പോലെ ശോഭിക്കുന്നു എന്നാണ് പ്രശസ്ത ചിന്തകനും പ്രാസംഗികനുമായ സ്പർജൻ പറയുന്നത്.
ഇതര ജഡീക ചിന്തകളിൽ നിന്ന് മോചനം ലഭിക്കുവാനും നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനും ഈ സങ്കീർത്തന ധ്യാനം നമ്മെ സഹായിക്കും. ഒന്ന്, ലൗകിക ചിന്തകളിൽ നമുക്ക് വിടുതൽ ലഭിക്കും. അതുമാത്രമല്ല, നിത്യതയെക്കുറിച്ച് നമുക്ക് ഓർക്കുവാനും കഴിയും. 139 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നു. അത് അവൻ്റെ സർവ്വജ്ഞാനം കൊണ്ടാണ്. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പോലും ദൈവത്തിനറിയാം. അങ്ങനെ അറിയാമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജ്ഞാനം എന്താണ്? ഒന്നുമില്ല. 5-ാം വാക്യത്തിൽ പറയുന്നത്, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു എന്ന് പറയുന്നുണ്ട്. എന്താണ് മുമ്പും പിമ്പും എന്നെ അടച്ചു എന്ന് പറയുന്നത്? എൻ്റെ ഭൂതകാലവും എൻ്റെ ഭാവി കാലവും അറിയാവുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ദൈവിക ജ്ഞാനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ ദാവീദിനെന്നല്ല, ലോകത്തിലെ ഒരു ജ്ഞാനിക്കും കഴിയില്ല. 139 7 മുതൽ 12 വരെ ദൈവത്തിൻ്റെ സർവ്വവ്യാപകത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അഖിലാണ്ടത്തിൽ എവിടെയുമുണ്ട് എന്ന സത്യമാണ് ഈ ഭാഗത്ത് നാം മനസ്സിലാക്കുന്നത്. സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ആകാശമണ്ഡലങ്ങളിലോ ഇതര ഗോളങ്ങളിലോ അവിടെയും ദൈവിക സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഭൂമിയിലില്ല, ആകാശത്തില്ല, പാതാളത്തിലില്ല. ഇനി ഏത് മണ്ഡലങ്ങൾ, അഖിലാണ്ടത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിൽ ചെന്ന് നോക്കിയാലും ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളില്ല. ഇരുട്ടും വെളിച്ചവും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത് രണ്ടായിട്ട് കാണുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ രണ്ടും ഒന്ന് തന്നെയാണ്. 139 13 മുതൽ 18 വരെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ സർവ്വശക്തിയെ കാണിക്കുന്നുണ്ട്. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ചവൻ. അങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ ആ ഭാഗത്ത് പറയുന്നത്. എന്തൊക്കെയാണ് മനുഷ്യൻ്റെ അന്തരംഗം എന്ന് പറയുന്നത്? വികാരമുണ്ട്, ആഗ്രഹമുണ്ട്, ആന്തരിക സ്വഭാവമുണ്ട്, ജ്ഞാനമുണ്ട്, യുക്തിയുണ്ട്, ചിന്തയുണ്ട് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അന്തരംഗം എന്ന് പറയുന്നത്. ദൈവം സർവശക്തനാണെന്നുള്ളതിൻ്റെ ഏറ്റവും മഹത്തായ തെളിവ് മനുഷ്യ സൃഷ്ടി തന്നെയാണ്. 14-ാം വാക്യത്തിൽ ഭയങ്കരവും അതിശയകരവുമായി മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറയുന്നുണ്ട്. ദാവീദ് തന്നെയാണ് ഏറ്റു പറയുന്നത്, എന്നെ അതിശയവും അത്ഭുതകരവുമായിട്ടാണ്, ഭയങ്കരവുമായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആന്തരിക ഘടകങ്ങൾ അതെല്ലാം ഭയങ്കരമായി സൃഷ്ടിച്ചാണ്. മനുഷ്യൻ്റെ രൂപം എന്ന് പറയുന്നതിൻ്റെ ബാഹ്യ ഘടകമാണ്. അത് ഭയങ്കരമായിട്ടാണ്, അതിശയകരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആന്തരിക അവയവമായ തലച്ചോറ് അത് ഏറ്റവും സങ്കീർണമായ ഒരു ലോകം തന്നെയാണ് തലച്ചോറ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ ലോകമാണ്. ഇനി തലച്ചോറ് എന്ന് പറയുന്നത് കോടാനുകോടി സെല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. ന്യൂറോൺ എന്ന് പറയുന്ന സെല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. അതും ഒരു അത്ഭുത ലോകമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. മനുഷ്യൻ ഇരിക്കുന്നതും നിൽക്കുന്നതും ചരിക്കുന്നതും സംസാരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതുമെല്ലാം അവൻ്റെ തലച്ചോറ് കൊണ്ട് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് അവൻ്റെ ആന്തരിക അവയവമായ ഹൃദയം. അതും ഈ തലച്ചോറ് പോലെ തന്നെ ഒരു ചെറിയ ലോകമാണ്. 18-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാര്യങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ അത് മണലിനേക്കാൾ അധികമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ഇത് രണ്ടും നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ അത് മണലിനേക്കാൾ അധികം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിൻ്റെ അടുക്കലിരിക്കുന്നു എന്ന ചിന്ത. അപ്പോൾ സങ്കീർത്തനക്കാരൻ പിന്നെ ആ സങ്കീർത്തൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ കൈകളിലിരിക്കുന്നു. ആ ചിന്ത തന്നെ എത്ര ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 56 13, ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ഞാൻ വീണ്ടും ആ ഭാഗം വായിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. വളരെ അതിശയകരമായ പ്രത്യാശ തരുന്ന ഭാഗമാണ്. നമ്മൾ ഈ ഭാഗത്തു നിന്ന് നാം തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവീയ കരുതലിൻ്റെ ഉറപ്പ്. സങ്കീർത്തനം 40 1 മുതൽ 3 വരെ,
ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അപ്പം ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ നിലവിളി എന്ന് പറയുന്നത് ഒരു പാട്ടായിട്ടൊരു സംഗീതമായിട്ട് മാറുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ അവൻ നമുക്ക് മാതൃകയാകേണ്ടതിന് പിതാവായ ദൈവത്തെ കാത്തിരുന്നു കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടിരുന്നു. നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി വിധേയപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പുത്രൻ പിതാവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ വിടുതൽ കൊടുത്തു. അതുപോലെ തന്നെ തക്ക സമയത്ത് നമുക്കും ഉത്തരം ലഭിക്കും. സർവ്വസാധാരണമായി ആരാധനാ വേളയിൽ ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കാറുണ്ട്. സാധാരണ എല്ലാ ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് യഹൂദ ദേവാലയങ്ങളിൽ അവരെ ഈ സങ്കീർത്തനം വായിച്ച് അവരെ ധ്യാനിച്ച് അവരുടെ ആരാധന തുടങ്ങുമായിരുന്നു. ദൈവം നമ്മെ പാപക്കുഴിയിൽ നിന്നും ശാപച്ചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അനുഗ്രഹം വളരെ വലുതാണ്. അപ്പം പ്രകൃതിയാൽ പാപി ഇവിടെ സ്ഥാനവും കൃപയാൽ അവൻ്റെ വിടുതലും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാപി എന്ന് പറയുന്നത്, പാപിയുടെ സ്ഥാനമെന്ന് പറയുന്നത് ചേറ്റിലാണ്, അല്ലെങ്കിൽ പാപക്കുഴിയിലാണ്. അവിടെ നിന്നുമാണ് അവന് വിടുതൽ കൊടുക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് സ്തുതിയുടെ ഗാനങ്ങൾ ഉയരും. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? പുതിയ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സ്തുതികൾ അർപ്പിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് ഉണ്ടാവണം. ശരിക്കും ബൈബിളിലുടനീളം നമ്മൾ നോക്കുവാണെങ്കിൽ വിടുതൽ കഴിയുമ്പോൾ പാട്ട് പാടുന്നത് നമ്മൾക്ക് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ചെങ്കടൽ കടന്നപ്പോൾ അവർ പുതിയ പാട്ട് പാടി. മാനസാന്തരപ്പെട്ട പാപി സ്തുതിഗീതങ്ങൾ ഉച്ചത്തിൽ പാടുമ്പോൾ അത് കേട്ട് അവിശ്വാസികളായ പലരും ഭയപ്പെട്ടിട്ട് ദൈവഭാഗത്ത് വരും. സങ്കീർത്തനം 121. അപ്പോൾ സങ്കീർത്തനക്കാരൻ 1-ാം വാക്യത്തിൽ എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് ഒരു സംശയം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വ്യക്തമായ ഉത്തരം 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് എനിക്ക് സഹായം വരുന്നു. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ സർവശക്തനായ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പം നമ്മുടെ കാൽ വഴുതി പോകാതെ നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതിനാണ് വളരെ ഇമ്പോർട്ടൻസ്. നമ്മുടെ കാൽ ഒരിക്കൽ പോലും വഴുതി പോകാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം. കാലെന്ന് പറയുന്നത് ഒരുവൻ്റെ ജീവിത യാത്രയെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. കാരണം കാലില്ല എങ്കിൽ അവന് യാത്ര ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിൻ്റെ കാൽ വഴുതി പോകാതെ നമ്മളെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ ജീവിതയാത്ര, അവിടെയാണ് ദൈവം നമുക്ക് കൂടെ നിൽക്കുന്നത്. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെയും ഉറങ്ങാതെയുമാണ് നമ്മെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പരിപാലകൻ നമ്മെ പരിപാലിക്കുന്നത് മയങ്ങാതെയും ഉറങ്ങാതെയുമാണ്. ഉഗ്രമായ ചൂടിൻ്റെ കാഠിന്യത്തിൽ നിന്നും പച്ചിലകൾ നിറഞ്ഞ വലിയ വൻമരങ്ങൾ മനുഷ്യർക്ക് ആശ്വാസം പകരുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തിന് ആശ്വാസം പകരുന്നു. പകൽ സൂര്യാഘാതം മൂലമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, രാത്രിയിൽ ചന്ദ്രൻ്റെ വൃത്തിക്ഷയം മൂലം ഉണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളും നേരിടാതെ ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നു. അതാണ് നമ്മൾ തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ നാം പഠിക്കുന്നത്. ചൊവ്വാഴ്ച ഭാഗത്തിലേക്ക് നാം വരുമ്പോഴേ പ്രതികൂലങ്ങളിൽ അഭയം. സങ്കീർത്തനം 17:7 മുതൽ 9 വരെയുള്ള ഭാഗത്ത് നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവരെ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറിച്ചു കൊള്ളണമേ.
എത്ര ഉത്തമമായ ഒരു പ്രാർത്ഥന, പ്രത്യാശ തരുന്നൊരു പ്രാർത്ഥന. സങ്കീർത്തനം 17:7 മുതൽ 9 വരെയാണ് ഞാൻ വായിച്ചത്. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എൻ്റെ പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിന് കീഴിൽ എന്നെ അണച്ചുകൊള്ളണമേ. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം വളരെ നമ്മളൊന്ന് സാധാരണഗതി വായിക്കുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ്, ആരാണ്, എന്താ അങ്ങനെ എഴുതിയെന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ നാം ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശൗൽ തന്നെ പിടിക്കാനായി ഓടി നടക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് കൊണ്ട് രചിച്ചതാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ശരിക്കും ദാവീദ് ശത്രുഭയത്തിലായിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ദാവീദിനെ വകവരുത്തുവാൻ ശൗൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ആ പ്രാണൻ്റെ രക്ഷാർത്ഥം രചിച്ചതാണ് ഈ സങ്കീർത്തനം. എന്തെന്ന് പറഞ്ഞ്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, എന്നെ ശത്രു എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. അപ്പം ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നറിയപ്പെടാൻ കാരണം ദാവീദിൻ്റെ നിത്യവുമുള്ളൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ ജീവിതം ദാവീദിനെ സംബന്ധിക്കുന്നിടത്തോളം അത് സംഗീതം പോലെ തന്നെ അത് നിത്യവും കൂടെയുള്ളതാണ്. അതുകൊണ്ടാണ് ഹൃദയത്തോട് ചേർന്ന മനുഷ്യനെന്ന് ദൈവം തന്നെ പറഞ്ഞത്. ദാവീദിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. സങ്കീർത്തനം 31 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത്, യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചെന്നെ വേഗം വിടുവിക്കണമേ, എന്നെ രക്ഷിക്കേണ്ടതിന് ഉറപ്പുള്ള കോട്ടയായിരിക്കണമേ, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ, നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ഇതാണ് ദാവീദിൻ്റെ വേറൊരു പ്രാർത്ഥന. യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ, നീ എനിക്ക് ഉറപ്പുള്ളൊരു പാറയും ഒരു കോട്ടയുമായിരിക്കുന്നുണ്ട്, നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ഈ സങ്കീർത്തനം ദാവീദ് എഴുതുന്നത് ദാവീദ് അതീവ വ്യഥയിൽ കൂടി കടന്നു പോയപ്പോഴാണ് ഈ സങ്കീർത്തനം ദാവീദ് രചിച്ചത്. വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും തങ്ങളുടെ ജീവിതാന്ത്യത്തിൽ പറയാൻ കഴിയേണ്ടതാണ് ഈ സങ്കീർത്തനമെന്നാണ് വേറൊരു വലിയ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത സായനത്തിൽ എത്തുമ്പോൾ ഈ സങ്കീർത്തനം അവന് പറയാൻ കഴിയണം. ദൈവത്തിൻ്റെ ദയയിൽ ദാവീദ് ആനന്ദിക്കുന്നു. ദാവീദിൻ്റെ അരിഷ്ടതയെ ദൈവം അടുത്തറിയുക മാത്രമല്ല വിടുവിക്കുകയും ചെയ്യുന്നു. തന്നെ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിച്ച് ദൈവകരങ്ങളിൽ നിർത്തിയിരിക്കുന്നു എന്ന് ദാവീദ് പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പം ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ആക്കി പിന്നെ ആരും ഉപദ്രവിക്കില്ലല്ലോ. സങ്കീർത്തനം 91 2 മുതൽ 7 വരെ. ഞാൻ ഈ പറഞ്ഞ സങ്കീർത്തനങ്ങളെല്ലാം നമ്മൾ പല സമയത്തും പല നേരത്തും പല ഒക്കേഷൻസിലൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സങ്കീർത്തനങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മൾ ഓരോ പ്രാവശ്യവും അത് വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മൾക്ക് പുതിയ ചിന്തകൾ അതിനകത്ത് വരുന്നുണ്ട്, പുതിയ സത്യങ്ങൾ നമ്മൾ അതിനകത്ത് മനസ്സിലാകുന്നുണ്ട്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നുവെന്ന് തുടങ്ങി, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നമ്മുടെ പാഠത്തിൻ്റെ തലവാചകം വിടുതലാണ്. ദൈവത്തിൻ്റെ സംരക്ഷണവും വിടുതലുമാണ്. അവിടെയാണ് ഇത് പറയുന്നത്, നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ദൈവത്തെ സൂചിപ്പിക്കുന്ന 4 പേരുകൾ ഈ സങ്കീർത്തനത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അത്യുന്നതൻ, സർവശക്തൻ, അടുത്തത് യഹോവ, അടുത്തത് ദൈവം. അപ്പം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക എന്ന് പറയുന്നത് അത് തിരുനിവാസത്തിൻ്റെ മറവിൽ വസിക്കുക എന്നാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിൽ വസിക്കുന്ന ഒരു വിശ്വാസിക്ക്
എല്ലാ നിലയിലുമുള്ള സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ എവിടെയാണ് മറഞ്ഞു നിൽക്കേണ്ടത്? ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിലാണ്, തിരുനിവാസത്തിൻ്റെ മറവിലാണ്. അപ്പം സങ്കേതവും കോട്ടയും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. വ്യക്തിപരമായ അടുത്ത ബന്ധത്തെയാണ് കാണിക്കുകയും ദൈവം നമുക്ക് സമ്പൂർണ്ണ സംരക്ഷണമാണ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുവാണ് ദൈവം എൻ്റെ സങ്കേതവും കോട്ടയുമാണ് എന്ന് ഉരുവിടുമ്പോൾ. 3 മുതൽ 4 വരെയുള്ള 3-4 വാക്യങ്ങളിൽ ഭക്തന് ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. ആ സംരക്ഷണം എന്താണെന്നറിയാമോ? അത് സുനിശ്ചിതമാണ്. സാധാരണ മനുഷ്യരൊക്കെ പറഞ്ഞ ഒരു വാക്കുകൾ മാറും ഇല്ലേ? എന്നാൽ ദൈവം പറയുന്ന ആ വാക്കുകളെന്ന് പറയുന്നത് അത് സുനിശ്ചിതമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അദൃശ്യമായ അപകടങ്ങളിൽ നിന്നാണ് ദൈവം നമുക്ക് അദൃശ്യമായ സംരക്ഷണം നൽകി തരുന്നത്. പലപ്പോഴും നമ്മളത് ഓർക്കത്തില്ല. അയ്യോ, ഇതെൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ഞാനിപ്പോൾ അനുഭവിച്ചത്. കാരണം എന്താണെന്നറിയാമോ? അദൃശ്യമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളിൽ എത്തപ്പെടുമ്പോഴാണ് അദൃശ്യമായ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അദൃശ്യനായ വേട്ടക്കാരനായ സാത്താനിൽ നിന്നും മാരകമായ പകർച്ചവ്യാധിയിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നുണ്ട്. 4-ാം വാക്യത്തിൽ ഭക്തന്റെ സംരക്ഷണം ദൈവത്തിൻ്റെ തൂവലിലും ചിറകിലും എന്ന് പറയുന്നു. ഒരു ഭക്തന്റെ സംരക്ഷണം എന്ന് പറയുന്നത് തൂവലിലും ചിറകിലും. എന്താണ് അതിൻ്റെ അർത്ഥം? അത് ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്തെയും സംരക്ഷണത്തെയുമാണ് കാണിക്കുന്നത്. തൂവലിലും ചിറകിലും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്തെയും സംരക്ഷണത്തെയും അത് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ പരിച എന്ന് പറയുന്നത് വിശ്വാസമാണ്. എന്താണ് പരിച? ഏത് ആപത്തുകളെ ഇങ്ങനെ തടുക്കുന്നതാണ് പരിച. അതെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പോലും അതിപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. ശരിക്കും മാരക രോഗങ്ങളുടെ വിഷാണുക്കൾ വർദ്ധിക്കുന്നത് ഇരുട്ടിലാണ്, സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴാണ്. അതുകൊണ്ട് ഈ നാട്ടുവൈദ്യന്മാരൊക്കെ പറയാറുണ്ട്, നമ്മൾ വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിക്കുവാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു 6-6:30 മുമ്പ് തന്നെ കഴിക്കണം. കാരണം അതിനകത്ത് ഒരു വിഷാണുക്കളും പിന്നെ ഉണ്ടാകുന്നില്ല. പകർച്ചവ്യാധിയുള്ള സ്ഥലങ്ങളിൽ കൂടി രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കരുതെന്നൊരു ചൊല്ലുണ്ട്. അതിൻ്റെയും കാരണം അത് തന്നെയാണ്. അവിടെ പറയുന്നത് ഇടത്തും വലത്തുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് നമ്മെ സംരക്ഷിക്കും. ഇടത്തും വലത്തുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങയുടെ ചിറകിൻ നിഴലിൽ എന്ന് പറയുന്നത് അമ്മ പക്ഷി ചെറുപക്ഷികൾക്ക്, കുഞ്ഞു പക്ഷികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് അവരുടെ ചിറകിനടിയിൽ വെച്ചാണ്. അതുപോലെ തന്നെയാണ് ആ ചിറകിൻ്റെ മറവിലാണ് ദാവീദ് സംരക്ഷണം ആവശ്യപ്പെടുന്നത്. കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ വെച്ച് സംരക്ഷിക്കുക എന്ന് പറയുന്ന കൊടുക്കുന്ന ഒരു സ്നേഹ വായ്പ, ഒരു ചൂടുണ്ട്. അത് തന്നെ ദൈവം നമ്മൾക്ക് നൽകിത്തരും. ദാവീദും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. നാം ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ പ്രതിരോധകനും വിടുവിക്കുന്നവനും 1 കൊരിന്ത്യർ 10:1 മുതൽ 4 വരെയുള്ള ഭാഗത്ത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാം ഒരു മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇതിൻ്റെ സ്മോൾ ഹെഡിങ് എന്ന് പറയുന്നത് പ്രതിരോധകനും വിടുവിക്കുന്നവനും. ഇവിടെ 1 കൊരിന്ത്യർ 10:1-4 പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അവരെ മിസ്രൈമിൽ നിന്നുള്ള അവരുടെ ആ വരവിൽ അവർ കടന്നുപോയ ദുർഘട ഘട്ടങ്ങളെ അത് ഓർത്തിട്ട് എന്താ പറയുക, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംരക്ഷണം തരുന്ന ദൈവം നമ്മോട് കൂടെ വന്നിട്ട് നമുക്ക് ഭക്ഷണം, നമുക്ക് വെള്ളം, നമ്മൾക്ക് എല്ലാ സംരക്ഷണവും നൽകി തരുന്നു. ദൈവിക നന്മകൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ദൈവിക നന്മകൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് തിരസ്കരിച്ചിട്ട്
അവർ ശാപം ഏറ്റുവാങ്ങുന്നവരുമുണ്ട്. അപ്പോൾ ദൈവ നന്മ അനുഭവിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുകയും അത് തിരസ്കരിക്കുന്നവർക്ക് ശാപവും തന്നെയും കിട്ടുകയും ചെയ്യും. ഇന്ന് പലരും അങ്ങനെ, നമ്മൾക്ക് വിശ്വാസികൾ പലരും വിശ്വാസം വിട്ടു പോകുന്നതറിയാം. ഈവൻ ഉള്ള വിശ്വാസികൾ ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കാത്തവരുണ്ട്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ പാളിച്ചകളാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായി ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തു ആകുന്ന പാറയിൽ നിന്ന് ആത്മപാനീയം നമ്മൾ കുടിക്കണം എന്നുള്ളതാണ്. അപ്പം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം ക്രിസ്തീയ സഭയുടെ ഒരു നിഴലായിരുന്നു. നമ്മളത് ഇസ്രായേൽ മരുഭൂമിയിൽ കൂടി നടകൊണ്ടത്, മിസ്രൈമിൽ നിന്നുള്ള വിടുതൽ, ഇതെല്ലാം ശരിക്കും ഒരു വിടുതൽ, ആ വിടുതൽ ക്രിസ്തീയ സഭയുടെ ഒരു നിഴലായിട്ടായിരുന്നു കാണേണ്ടത്. അവർ വെള്ളത്തിലൂടെ കടന്ന് മോശയോട് ഏകീഭവിക്കുവാനായിട്ട് സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചതിനെയും ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് കുടിച്ച് വെള്ളത്തെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശരിക്കും അവർ ഈ ആത്മീയ ഭക്ഷണം അവർ കഴിച്ചു എന്ന് പറയുന്നത് മന്നയാണ്. അവർ കുടിച്ച വെള്ളം ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നാണ് ആ വെള്ളം കുടിച്ചത്. ജീവന്റെ അപ്പവും ജീവജലവുമായ ക്രിസ്തുവിൻ്റെ നിഴലുമാണ് ആ സംഭവം. സങ്കീർത്തനം 114 ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെടുന്നതാണ് പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഈ ഓരോ സങ്കീർത്തനം നമ്മൾ വായിക്കുവാണെങ്കിൽ ഇസ്രായേൽ ജാതിയുമായി ബന്ധപ്പെട്ട് അവരുടെ മരുഭൂമിയിലെ യാത്രയും അവരുടെ മിസ്രൈമിലെ കഷ്ടപ്പാടുകളും അങ്ങനെയൊക്കെ എല്ലാം ഇസ്രായേൽ ജാതിയുമായി ബന്ധപ്പെട്ടതാണ് അവിടെ ഉള്ളത് എല്ലാം. ശരിക്കും ഇവിടെ നാം പറയുന്നത് മിസ്രൈമിൽ നിന്നുള്ളൊരു വിടുവിക്കപ്പെടുന്നതാണ് പ്രതിപാദ്യ വിഷയം. അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നുള്ള പുറപ്പാട് നിന്ദയിൽ നിന്നുമുള്ള വിടുതലിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വിടുതൽ നമുക്കറിയാം. അപ്പം ശരിക്കും അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നുള്ള വിടുതലെന്ന് പറയുന്നത്, ഒരു പുറപ്പാടെന്ന് പറയുന്നത് നിന്ദയിൽ നിന്നുള്ളൊരു വിടുതലാണ്. അടിമ നുഖത്തിൽ നിന്നുമുള്ള വിടുതൽ, അന്യഭാഷയിൽ നിന്നുള്ള വിടുതലും അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് കാരണമായി. അപ്പം അന്യഭാഷയുള്ള സ്ഥലത്തു നിന്ന് അന്യ ആചാര രീതിയിൽ നിന്നുള്ള വിടുതൽ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്, മതസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യമാണ് അവർക്ക് ലഭിച്ചത്. അപ്പം ചെങ്കടലും യോർദാനും കടന്ന് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചതാണ് ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രയുടെ അന്ത്യം. ഇതിനിടയിൽ ഏതാണ്ട് 40 വർഷം കടന്നുപോയി. ചെങ്കടൽ കടന്നത് സ്നാനം മൂലം കർത്താവിനോട് ഏകീഭവിച്ചതിനെ സൂചിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ചെങ്കടൽ കടന്നപ്പോൾ വെള്ളത്തെ കരിങ്കൽ മതിൽ പോലെ ദൈവം നിർത്തി. എന്നാൽ അവർക്ക് വെള്ളമില്ലാതെ വന്നപ്പോൾ പാറയിൽ നിന്ന് തന്നെ വെള്ളം കൊടുത്തു. ആ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അത് യാത്രയിലുടനീളം അവർക്ക് ഒഴുകുമാറാക്കി എന്നാണ് പറയുന്നത്. ചെങ്കടൽ, യോർദാൻ നദി, മലകൾ, കുന്നുകൾ, ഇതെല്ലാം ഇസ്രായേൽ അവരുടെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിനെ തടയുന്ന പ്രകൃതി ശക്തികളും മാനുഷിക ശക്തികളുമാണ്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉന്നത അധികാരി എന്ന സങ്കീർത്തനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടിതാവാണ്, രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, എല്ലാത്തിൻ്റെയും ഉന്നത അധികാരിയും ദൈവമാണെന്ന് നമ്മൾക്ക് മനസ്സിലാകും. നമ്മൾ അവസാന ഭാഗത്തേക്ക് വരുന്നു. വ്യാഴം, വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള സഹായം. സങ്കീർത്തനം 3:4, ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. അപ്പം ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് ഉത്തരം നൽകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലവും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ആ സമയത്താണ് ഈ സങ്കീർത്തനം രചിച്ചത്. അവൻ്റെ ശത്രുക്കളുടെ ബാഹുല്യം ദാവീദിനെ ഭയപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെന്ന് ദൈവത്തിൻ്റെ ആശ്രയത്തിന് വേണ്ടി ആശ്രയിച്ചിട്ട് വിടുതലിന് വേണ്ടിയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കേട്ടതെല്ലാം ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാ ആപൽ ഘട്ടങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടിയിട്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ് നാം കേട്ടത്.
അവൻ്റെ ശത്രുക്കളുടെ ബാഹുല്യം അവനെ ഭയപ്പെടുത്തി. യഹോവയെ അവൻ തൻ്റെ ആശ്രയമാക്കിയതിനാൽ അവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കുവാൻ അവന് കഴിഞ്ഞു. അപ്പം കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കളെ ദൈവം ത്രിവിധ വഴികളിലാണ് രക്ഷിക്കുന്നത്. ഒന്ന്, ദൈവം പ്രതിരോധം കൊടുക്കുന്നുണ്ട്. രണ്ട്, വിടുവിച്ച് കഴിയുമ്പോൾ മഹത്വം കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവൻ ആത്മീയ സന്തോഷവും കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ വളരെയധികം നമ്മൾ നോക്കുന്നത്. കാരണം ദൈവം നമുക്ക് പ്രതിരോധകനായിട്ട്, നമ്മൾക്ക് സംരക്ഷകനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് 3 വഴികളാണ് ദൈവം നമ്മൾക്ക് അനുഗ്രഹം തരുന്ന മാർഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, ദൈവം പ്രതിരോധിക്കുന്നുണ്ട്, ദൈവം മഹത്വീകരിക്കുന്നുണ്ട്, ദൈവം സന്തോഷം നൽകുന്നുണ്ട്. എത്ര കടുത്ത പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയാലും വിശ്വാസത്താൽ മേൽപ്പറഞ്ഞ അനുഗ്രഹങ്ങൾ ലഭ്യമാണ്. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ എത്ര തീവ്രമായിക്കൊള്ളട്ടെ, നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. യഹോവ നമ്മുടെ പരിചയമാണ്, നാം ഒന്നും ഭയപ്പെടേണ്ടതില്ല. സങ്കീർത്തനം 19:1, 20:1 മുതൽ 3 വരെയുള്ള ഭാഗത്ത്, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. എത്ര ഉന്നതമായ രീതിയിലാണ് ഈ സങ്കീർത്തനം വായിച്ച് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനും നമ്മൾക്ക് ഭാഗത്തേക്ക് കൂടുതൽ അടുത്തു വരുവാനും നമ്മളെ സഹായിക്കുന്നത്. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. ശരിക്കും ഞാൻ പറഞ്ഞാൽ മനുഷ്യൻ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ദുഃഖങ്ങളിൽ കൂടി, സങ്കടങ്ങളിൽ കൂടി, വ്യഥയിൽ കൂടി കടന്നു പോകാത്ത ആരും ഈ ഭൂമുഖത്തില്ല. ഈവൻ വായിൽ സിൽവർ സ്പൂണുമായിട്ട് ജനിച്ചവർക്കും, കാരണം രോഗമോ മറ്റു പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ മരണം അങ്ങനെ പല കാര്യങ്ങളുണ്ട്, വ്യഥകളിൽ കൂടി കടന്നു പോകാത്തവരാരുമില്ല. ഈ സങ്കീർത്തനം വായിച്ച് ആശ്വാസം കണ്ടെത്താൻ കഴിയും. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. സങ്കീർത്തനം 27:5, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ നിർത്തും. എന്തൊരു പ്രത്യാശ! അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അപ്പം ഇവിടെ നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രതിരോധമുണ്ട്, മഹത്വമുണ്ട്, ഉയർത്തുന്നതുമുണ്ട്, സന്തോഷവും തരുന്നുണ്ട്. അപ്പോൾ തിരുനിവാസത്തിൻ്റെ ചുറ്റുമായി ഒരു വലിയ സൈന്യം കാവലുണ്ട്. തിരുനിവാസത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല. അപ്പോൾ തിരുനിവാസത്തിൽ നമ്മെ ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ശത്രുവിനും നമ്മെ ആക്രമിക്കാൻ കഴിയില്ല. ദൈവം തൻ്റെ ഭക്തനെ ആ സംരക്ഷണത്തിനുള്ളിലാണ് ഒളിപ്പിക്കുന്നത്. ഈ തിരുനിവാസത്തിൻ്റെ മറവിലാണ് ദൈവം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ഒളിപ്പിച്ചിരുത്തുന്നത്. പിന്നെന്ത് തരുന്നത്? പാറമേൽ ഉയർത്തും. അപ്പോൾ ഈ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന പാറമേൽ എല്ലാ ശത്രുക്കളുടെയും മുമ്പിൽ നമ്മളെ ഉയരത്തിൽ നിർത്തുമെന്ന് പറയുന്നു. എല്ലാ ശത്രുക്കളുടെയും മുമ്പിൽ നമ്മെ ഉയരത്തിൽ നിർത്തും. സങ്കീർത്തനം 68:5, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഞാൻ വീണ്ടും വായിക്കാം. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. അപ്പം വിശുദ്ധ മന്ദിരത്തിലെ അഭയം എന്ന് പറയുന്നത് ലോകത്തുള്ള മറ്റേത് സ്ഥലത്തെ സുരക്ഷയെക്കാളും ഏറ്റവും മികച്ചതാണ്. അപ്പം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. അപ്പോൾ നമ്മുടെ മഹാപുരോഹിതന് നമ്മുടെ ഏത് ക്ഷീണാവസ്ഥയിലും ഏത് ബലഹീനതയിലും സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. അപ്പം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വിശുദ്ധിയാണ് സകല മനുഷ്യരും പാപികളാണെന്ന് സമ്മതിക്കുവാൻ കാരണം. ആ ദൈവ മന്ദിരത്തിൻ്റെ വിശുദ്ധി. അപ്പം ശരിക്കും വിടുതൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും ദൈവത്തിൻ്റെ കൃപയിലും മാത്രം അടങ്ങിയിരിക്കുന്ന കാര്യമാണ് വിടുതൽ. എങ്ങനെയാണ് നമ്മൾ വിടുതലുള്ളവരാകുന്നത്? അപ്പം ദൈവത്തിൻ്റെ വിശ്വസ്തതയിലും കൃപയിലും മാത്രം ആശ്രയിക്കുന്നവർക്ക് മാത്രമേ വിടുതലുള്ളൂ. അത് സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നുണ്ട് ബൈബിളിലുടനീളം. ഇപ്പം ശരിക്കും നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ,
നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. അപ്പം ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനുള്ളതും ഇത് തന്നെയാണ്. ഈ പാഠം അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ളതും ഇത് തന്നെയാണ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഈ ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുവചനം പഠിക്കുവാനും അവിടുത്തെ മഹത്വം കാണുവാനും ഇന്ന് ഈ പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയോർത്ത നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ തിരുവചനങ്ങൾ വായിച്ചു പഠിച്ചു സങ്കീർത്തനക്കാരനോടൊപ്പം നിൽക്കുവാനും ഞങ്ങളുടെ രക്ഷകനായ യേശുവിനെ പിൻപറ്റുവാനും ഞങ്ങൾ ഇന്ന് കേട്ട എല്ലാ വചനങ്ങളിലുമുള്ള അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെ പാറമേൽ നിർത്താമെന്നുള്ള വാഗ്ദത്തം ഞങ്ങളുടേതാക്കി മാറ്റുവാൻ ഇന്ന് കനിയണമെന്നും അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിരുമേനിയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങളെ വഹിക്കണമേ. ആരോഗ്യത്തിലും ബലത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഞങ്ങളെ കാക്കണമേ. കേൾവിക്കാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവഭാഗത്ത് തന്നെ നിൽക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ ആശ്രയം വയ്ക്കുവാനും സഹായം അന്വേഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.